ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള അടിപൊളി ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അത് മൂന്ന് ഐറ്റം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളേ. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തേക്കുന്ന മാങ്ങ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ 250 ml കപ്പിൽ ഒരു കപ്പ് അടുപ്പിച്ച് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ വിപ്പിംഗ് ക്രീം നമ്മൾ നോർമൽ ഫ്രീസറിലാണ് വെക്കുന്നത്. ഫ്രീസറിൽ നിന്ന് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ എടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സാധാരണ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെ കമഴ്ത്തി നോക്കുമ്പോൾ വീടരുത്. ആ ഒരു കൺസിസ്റ്റൻസി തന്നെ എടുക്കണേ. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമിന് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് അങ്ങനെയുള്ളൊരു ബേസിലാണ് നമ്മൾ ഇതിന് ചേർക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് കുറവാണെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ എനിക്കതായിരുന്നു കറക്റ്റ് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോയുടെ പേസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇളക്കുമ്പോൾ ഒരുപാട് കുത്തിക്കുഴച്ച് ഇളക്കാതെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് പതുക്കെ ഇളക്കുക. പിന്നെ ഞാൻ മാംഗോ പീസുകൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ കുറച്ചിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട്സ് ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഇതുപോലെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എന്നിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ നമ്മളൊരു സാധാ പാത്രമോ എടുക്കുന്നെങ്കിൽ അലൂമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 7-8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ ഫുള്ളി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പിറ്റേ ദിവസമാണ് കേട്ടോ എടുത്ത്. കറക്റ്റ് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എടുത്തത്. അപ്പൊ നമ്മുടെ ഐസ്ക്രീം നമ്മള് തുറക്കാൻ പോവാണ്. കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല, എത്രയും നല്ല സക്സസ് ആയിട്ട് ഇത് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അത്ര സൂപ്പർ ആയിട്ട് കിട്ടി. നല്ല ക്രീമി ആയിട്ട് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഏറ്റവും വലിയ. നമ്മൾ കടയിൽ നിന്ന് മാംഗോ ഐസ്ക്രീം വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റും ഉണ്ട്, നല്ല ഫ്ലേവറും ഉണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ ഈ മൂന്ന് ഐറ്റം മാത്രം മതി നമുക്ക് അടിപൊളി ഒരു മാംഗോ ഐസ്ക്രീം വീട്ടിലുണ്ടാക്കാൻ. മാംഗോ മാത്രമല്ല, ഇതുപോലെ എന്ത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും ഉണ്ടെങ്കിൽ അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പൊ ട്രൈ നോക്കുക. താങ്ക്